ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 52. നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തില് 1073 അതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈശോയുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനമാണ് ലിറ്റർജി എന്ന് കണ്ടായിരുന്നു. ഈശോയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് എന്റെ ഒരു പുസ്തകമുണ്ട്, കൂദാശകളുടെ വേദഗ്രന്ഥ അടിസ്ഥാനം എന്ന് പറഞ്ഞ പുസ്തകം. കൂദാശകൾക്ക് തിരുവചനത്തിലുള്ള അടിസ്ഥാനം. അതിന്റെ ആദ്യത്തെ അധ്യായം ഈശോയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. അതിന്റെ രക്തചുരുക്കമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഈ കൂദാശകളുടെ വേദഗ്രന്ഥ അടിസ്ഥാനം എന്ന പുസ്തകത്തിൽ കാണാം. 1073 കത്തോലിക്ക സഭയുടെ മതബോധനം 1073. The liturgy is also participation in Christ's own prayer addressed to the Father in the Holy Spirit. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അടുത്ത വചനം, In the liturgy, all Christian prayer finds its source and goal. Through the liturgy, the inner man is rooted and grounded in the great love with which the Father loves us in His Son. Ephesians 2:4 and 3:16 and 17. It is the same marvelous work of God that is lived and internalized by all prayer at all times in the Spirit. Ephesians 6:18. പരിശുദ്ധ റൂഹായിൽ ക്രിസ്തു ദൈവപിതാവിനെ സംബുദ്ധി ചെയ്ത് നടത്തുന്ന പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തമാണ് ലിറ്റർജി. ഇതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. എല്ലാ ക്രിസ്തീയ പ്രാർത്ഥനയും അതിന്റെ ഉറവിടവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ലിറ്റർജിയിലാണ്. തന്റെ പുത്രനിൽ നമ്മെ ദൈവപിതാവ് സ്നേഹിച്ച ആ മഹത്തായ സ്നേഹത്തിൽ എഫേഷ്യൻസ് 2:4 നമ്മുടെ ആന്തരിക മനുഷ്യൻ വേരുറപ്പിക്കുകയും അടിസ്ഥാനമിടുകയും ചെയ്യുന്നത് ലിറ്റർജിയിലൂടെയാണ്. എഫേഷ്യൻസ് 3:16-17. പരിശുദ്ധ റൂഹായിൽ എല്ലാ സമയത്തും നടത്തുന്ന സകല പ്രാർത്ഥനകളും വഴി നാം ജീവിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിസ്മയനീയമായ പ്രവൃത്തിയാണ് അത്. ഏത്? ലിറ്റർജി. എഫേഷ്യൻസ് 6:18. ഇതാണ് ഈ ഖണ്ഡത്തിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തെ വചനം നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നമുക്ക് എല്ലാ ക്രിസ്തീയ പ്രാർത്ഥനയും അതിന്റെ ഉറവിടവും ലക്ഷ്യവും കണ്ടെത്തുന്ന ലിറ്റർജിയിലാണ് എന്ന് തുടങ്ങുന്ന ഭാഗത്തെക്കുറിച്ച്. ക്രിസ്ത്യാനികളുടെ എല്ലാ പ്രാർത്ഥനയും അതിന്റെ ഉറവിടം കണ്ടെത്തുന്നത് ലിറ്റർജിയിലാണ്. കാരണം എന്താണ്? ലിറ്റർജി എന്ന് പറയുന്നത് നമ്മളെന്താണ്? പുത്രൻ പിതാവിനെ പരിശുദ്ധാത്മാവിൽ സംബുദ്ധി ചെയ്ത ആ പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തമാണ് ലിറ്റർജി. അതുകൊണ്ട് തന്നെ എല്ലാ ക്രിസ്തീയ പ്രാർത്ഥനകളുടെയും ഉറവിടം എന്ന് പറയുന്നത് ലിറ്റർജിയാണ്. അതുപോലെ അതിന് ലക്ഷ്യവും ലിറ്റർജിയാണ്. ഇല്ലേ? സോഴ്സും ഗോളും ഒന്ന് തന്നെയാണ്. പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ്? ദൈവത്തിൽ എത്തിച്ചേരുക, ദൈവത്തിന്റെ തേജസ്സിൽ നമുക്കൊരു പങ്കാളിത്തം കിട്ടുക. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ്സിൽ നമുക്കൊരു പങ്കാളി, നമ്മളൊരു പാർട്ണർ ആകുക. ദൈവത്തിന്റെ തേജസ്സിൽ ചെറിയ കാര്യം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന്റെ തേജസ്സിൽ നമുക്കൊരു പങ്ക് കിട്ടുക. അപ്പൊ അതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. ഇപ്പൊ നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, വ്യക്തിപരമായി ഒരുപാട് ആവശ്യങ്ങളുണ്ട്, നമ്മുടെ സമുദായത്തിന് ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൂടുതലും അപേക്ഷകളാണ്, തെറ്റൊന്നുമില്ല അത്. പക്ഷെ എങ്കിലും അടിസ്ഥാനപരമായി ഈ പ്രാർത്ഥനയുടെ ഉറവിടം എന്ന് പറയുന്നത് ക്രിസ്തു പിതാവിനോട് പരിശുദ്ധ റൂഹായിൽ നടത്തിയ ആ പ്രാർത്ഥനയാണ് ലിറ്റർജി എങ്കിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ഉറവിടം അത് തന്നെയാണ്. അപ്പോൾ ദൈവപിതാവിനെ പരിശുദ്ധ റൂഹായിൽ ക്രിസ്തു സംബന്ധി ചെയ്തതുപോലെ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് പരിശുദ്ധ റൂഹായിൽ ദൈവത്തിന് സംബന്ധി ചെയ്യുന്നതാണ് നമ്മുടെ യഥാർത്ഥ പ്രാർത്ഥനയാകുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഉറവിടം ഈ ലിറ്റർജിയാണ്. നമ്മുടെ പ്രാർത്ഥന ലക്ഷ്യവും ലിറ്റർജിയാണ്. ലിറ്റർജിയിൽ എന്താ സംഭവിക്കും? കുർബാന നോക്കുക, നമ്മളും ദൈവം ഒന്നായിട്ട് മാറുന്നു. കുർബാന സ്വീകരിക്കുമ്പോൾ, ദിവ്യകാരം സ്വീകരിക്കുമ്പോൾ നാം ദൈവമായിട്ട് ഒന്നാകുന്നു, ദൈവം നമ്മളുമായിട്ട് ഒന്നാകുന്നു. അതുകൊണ്ടാണ് ഈ അപ്പം ഭക്ഷിക്കുന്നത് മരിക്കില്ല എന്ന് പറഞ്ഞത്. അതായത് ശാരീരികമായ മരണത്തിന് നമ്മൾ ഈ കുർബാനിൽ സ്വീകരിക്കുന്ന നിത്യജീവനുണ്ടല്ലോ, ദൈവിക ജീവൻ, അതിനെ തകർത്ത് കളയാൻ കഴിയില്ല. ശാരീരിക മരണത്തിന് നമ്മിലെ നിത്യജീവനെ തകർക്കാൻ കഴിയില്ല. അപ്പൊ ദൈവത്തിന്റെ തേജസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇപ്പോൾ കൗദാശിക രൂപത്തില്. പൂർണ്ണ തോതിൽ കിട്ടുന്നത് അവസാന നാളുകളിലാണ്, അതായത് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിലാണ്. പക്ഷെ ഇപ്പോഴേ നമ്മൾ അത് ആസ്വദിക്കുകയാണ്. അപ്പോൾ സകല ക്രിസ്തീയ പ്രാർത്ഥനയുടെയും ഉറവിടവും ലക്ഷ്യവും ലിറ്റർജിയാണ്. തന്റെ പുത്രനിൽ നമ്മെ ദൈവപിതാവ് സ്നേഹിച്ച ആ മഹത്തായ സ്നേഹത്തിൽ
ഇത് എഫെസസ് ലേഖനത്തില് 2:24 തന്റെ പുത്രനിൽ നമ്മെ ദൈവപിതാവ് സ്നേഹിച്ച ആ മഹത്തായ സ്നേഹം, അതേക്കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. എഫേസസ് ലേഖനം 2:4. കരുണാസമ്പന്നൻ എന്നതിന് ഗ്രീക്ക് ഫ്രേസ് പ്ലൂസിയോസ് എൻ എലഎ എന്നാണ്. പ്ലൂസിയോസ് എൻ എലഎ. എലയോസ് എന്നതിന് കരുണ, ദയ എന്നൊക്കെ അർത്ഥം. പ്ലൂസിയോസ് എന്ന വാക്കിന് ധാരാളിത്തം, ആധിക്യം, സമൃദ്ധി, ധൂർത്തടിക്കുക എന്നൊക്കെ അർത്ഥം. സ്നേഹം ധൂർത്തടിക്കുക. അതായത് കരുണാസമ്പന്നനായ ദൈവം കരുണ ധൂർത്തടിക്കുകയാണ്. എന്താണ് ധൂർത്തടിക്കുക എന്ന് പറഞ്ഞാല്, കാരുണ്യത്തിന്റെ കാര്യത്തിൽ സമൃദ്ധിയിൽ ആറാടി നിൽക്കുന്നവനാണ് ദൈവം. എത്ര കരുണ കാണിച്ചാലും അവന് മടുപ്പില്ല, എത്ര ക്ഷമിച്ചാലും അവന് മടുപ്പില്ല. അനുതപിക്കുന്നവരുടെ എത്ര കരുണ കാണിച്ചാലും ക്ഷമിക്കുന്നതിലും ദൈവത്തിന് ഒരു മടുപ്പും തോന്നുന്നില്ല. അതാണ് കരുണയിൽ സമ്പന്നനായവൻ എന്ന് പറഞ്ഞാൽ കരുണയിലെ സമൃദ്ധിയിൽ ആറാടി നിൽക്കുന്നവൻ. അങ്ങനെയുള്ളവൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, ആ സ്നേഹം, അത് കരുണയിൽ ആറാടി നിൽക്കുന്നവൻ നമ്മളോട് ആ കരുണ കാണിച്ചത് തന്റെ പുത്രനിലാണ്. അങ്ങനെ സ്നേഹിച്ച ആ മഹത്തായ സ്നേഹത്തിൽ കരുണയുടെ സമൃദ്ധിയിൽ ആറാടി നിൽക്കുന്ന ദൈവത്തിന്റെ മഹത്തായ സ്നേഹത്തിൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ വേരുറപ്പിക്കുകയും അടിസ്ഥാനമിടുകയും ചെയ്യുന്നത് ലിറ്റർജിയിലൂടെയാണ്. ആന്തരിക മനുഷ്യൻ. എന്താണ് ഈ ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത്? അത് എഫെസസ് ലേഖനത്തില് 3:16-17 അവിടുന്ന് തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്കൊത്തവണ്ണം അവിടുത്തെ ആത്മാവിനാൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കാനും. ഇതെല്ലാ വാക്കുകളും, അതായത് കത്തോലിക്ക സഭയുടെ മതബോധനത്തിലുള്ള വാക്കുകളൊക്കെ ബൈബിളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഈ ഘട്ടത്തിലുള്ളത് എഫെസസ് ലേഖനത്തിൽ നിന്നാണ്. അപ്പോൾ ആന്തരിക മനുഷ്യൻ ഗ്രീക്കില് എസോ ആന്ത്രപ്പോസ് എന്നാണ്. എസോ ആന്ത്രപ്പോസ്, ആന്തരിക സ്വത്വം എന്നൊക്കെ തർജ്ജമ ചെയ്യാം. ഈ അടുത്ത വാക്യത്തില്, അതായത് ആന്തരിക മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ ഹൃദയങ്ങളിൽ എന്ന് പറയുന്നുണ്ട്. ആന്തരിക മനുഷ്യൻ എന്നൊരു പര്യായ പദമായിട്ടാണ് ഹൃദയം ഉപയോഗിച്ചിരിക്കുന്നത്. ആന്തരിക മനുഷ്യൻ എന്നൊരു പര്യായ പദം ഹൃദയം. പഴയ നിയമത്തില് ഹൃദയം എന്നതിന് പകരം ഇവിടെ പുതിയ നിയമത്തിൽ മനസ്സെന്ന് പറയുന്നത് ഹൃദയത്തിന് പകരമായിട്ടാണ്. പഴയ നിയമത്തിൽ അതിന് പകരം ഹൃദയം എന്ന് ഉപയോഗിക്കും. പുതിയ നിയമത്തിൽ മനസ്സെന്നും പഴയ നിയമത്തിൽ ഹൃദയം എന്ന് ഉപയോഗിക്കും. ഹൃദയം എന്നതിന് ഹീബ്രു വാക്ക് ലെവാവ് എന്നൊക്കെയാണ്. ഗ്രീക്കില് കാർഡിയ. ബുദ്ധിയുള്ള മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രസാദാത്മകമായ പ്രതിസ്പന്ദം, ഇല്ലേ, റിയാക്ഷൻ, റെസ്പോൺസ്, വൈകാരിക പിന്തുണ കൊടുക്കുന്നത് ഹൃദയമാണെന്ന് ആലങ്കാരികമായിട്ട് പറയാം. അതായത് ബുദ്ധിയുള്ള മനുഷ്യൻ ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും. അതിന് അവന്റെ തന്നെ ആന്തരികത ഒരു പിന്തുണ കൊടുക്കണം. അതിന് അങ്ങനെ കൊടുക്കുന്ന ആ ആന്തരികത എന്ന് പറയുന്നത് ഹൃദയമാണെന്നാണ് പഴയ നിയമത്തിലെ സങ്കല്പം. അതിനാൽ ഹൃദയം സ്നേഹിക്കുന്നു എന്ന് പറയും. 2 കൊരിന്തോസ് 7:3, 8:16. ഹൃദയം ദുഃഖിക്കുന്നു എന്ന് പറയും. റോമ 9:2. ഹൃദയം ആസൂത്രണം ചെയ്യുന്നു എന്ന് പറയും. 1 കൊരിന്തോസ് 4:5. ഹൃദയം മോഹിക്കുന്നു എന്ന് പറയും. റോമ 1:24. ഹൃദയം സഹിക്കുന്നു എന്ന് പറയും. 2 കൊരിന്തോസ് 2:4. ഹൃദയം സന്ദേഹിക്കുകയും വിച്ഛുദ്ധിക്കുകയും ചെയ്യുന്നു. റോമ 10:6-10. അത് ചിലപ്പോൾ ഹൃദയം കഠിനമായി പോകാം. 2 കൊരിന്തോസ് 3:14. അനുതപിക്കാതിരിക്കാം. റോമ 2:5. അതിന് ശക്തിപ്പെടുത്താം. 1 തെസ്സലോനിയ 3:13, ഗലാത്യ 4:6, 2 കൊരിന്തോസ് 1:22. വാസ്തവത്തിൽ ഹൃദയം എന്ന വാക്കുകൊണ്ട് പഴയ നിയമവും മനസ്സെന്ന വാക്കുകൊണ്ട് പുതിയ നിയമം ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഒന്ന് തന്നെ, ആന്തരിക മനുഷ്യൻ. ആന്തരിക മനുഷ്യൻ വെച്ചാൽ നമുക്ക് ഇല്ലേ, ശരീരം എന്ന് പറഞ്ഞാല് ഈ ദേഹം മാത്രമല്ലല്ലോ, ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസം അതല്ലല്ലോ, അത് മാത്രമല്ലല്ലോ ശരീരം എന്ന് പറഞ്ഞാല് അല്ല. അപ്പോ കാണപ്പെടുന്ന മനുഷ്യൻ ശരീരം, ദേഹം മാത്രമല്ല. ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസം അല്ലല്ലോ ശരീരം എന്ന് പറഞ്ഞാല്, അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ കാണപ്പെടുന്ന മനുഷ്യൻ ശരീരം, കാണപ്പെടാത്ത മനുഷ്യൻ അതാണ് ഈ ആന്തരിക മനുഷ്യൻ എന്ന് പറയണേ. അല്ലാതെ ശരീരത്തിനുള്ളിൽ വേറെ മനുഷ്യനുണ്ടെന്നല്ല. മനുഷ്യൻ എന്നത് കാണുന്നത്, പുറത്തേക്ക് കാണുന്നതും നമ്മൾ ശരീരമാണ്. പക്ഷേ ശരീരം മാത്രമല്ല. അപ്പൊ കാണപ്പെടാത്ത മനുഷ്യൻ അതാണ് ആന്തരിക മനുഷ്യൻ.
അതിന് ഹൃദയം എന്ന് പറയാം, മനസ്സെന്ന് പറയാം. മനസ്സെന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ ഉള്ളിലുള്ള സംഗതിയല്ല. ഹൃദയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ പമ്പിംഗ് മെഷീൻ അല്ല. പക്ഷെ അതിലൊക്കെ ഇതൊക്കെ ഉൾച്ചേർന്നിട്ടുണ്ട് താനും. അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരിക്കുള്ള നമ്മുടെ ഈ സ്വം, നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണോ അത് വേരൂന്നി വേരുപാകി അടിയുറയ്ക്കുന്നത് ഈ ലിറ്റർജിയിലൂടെയാണ്. കരുണയുടെ കാര്യത്തിൽ കരുണയുടെ സമൃദ്ധിയിൽ ആറാടി നിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തില് നമ്മൾ ആന്തരിക മനുഷ്യൻ, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മൾ എന്താണോ മനുഷ്യൻ എന്താണോ അത് വേരൂന്നി വേരുപാകി അടിയുറച്ച് നിൽക്കുന്നത് ലിറ്റർജിയിലാണ്. അപ്പൊ ലിറ്റർജി എന്ന് പറഞ്ഞാൽ നമ്മള് പോയി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അങ്ങനെ കണ്ടച്ചിങ്ങിന് പോരുന്ന സംഗതിയല്ല. കാരണം ക്രിസ്തു തന്നെ നമ്മളെ പൊക്കി ദൈവപിതാവിലേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ ദൈവം കരുണ കാണിക്കുകയാണ്. ആ കരുണ കാണിക്കൽ അവന് യാതൊരു മടുപ്പുമില്ല. എല്ലാ ദിവസവും ലത്തീൻ കുർബാനയിൽ നമ്മൾ കുമ്പസാരിച്ചുകൊണ്ടാണ് ലത്തീൻ കുർബാന ആരംഭിക്കണേ. സീറോ മലബാർ കുർബാനയിലാണെങ്കിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പ് 2 പ്രാവശ്യമാണ് കുമ്പസാരം ഉള്ളത്. 2 കുമ്പസാരം വെച്ചിരിക്കുന്നത്. അപ്പൊ എത്രയോ അയോഗ്യരാണ് നമ്മള്. എന്നിട്ടും ദൈവം കരുണ കാണിക്കുന്നതിലും സ്നേഹം കാണിക്കുന്നതിലും നമ്മൾ മറ്റൊന്നാകുന്നതിലും ഒട്ടും മടുപ്പ് അവന് കാണിക്കുന്നില്ല. അത്രമാത്രം കരുണയിൽ ആറാടി നിൽക്കുകയാണ് അവൻ. എന്നിട്ട് പറയാണ് ഈ 3:17 ക്രിസ്തു നിങ്ങളിൽ വസിക്കേണ്ടതിന്. പലപ്പോഴും പൗലോസ് ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നാണ്. ആ പ്രയോഗമാണ് കൂടുതൽ. പക്ഷെ ഇവിടെ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്ന് പറയണം. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ വലത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനത്തെ പിതാവിൽ നിന്ന് വാങ്ങി സ്ലീഹന്മാരിലേക്കും സഭയിലേക്കും ചൊരിഞ്ഞത്. സ്ലീഹന്മാർ 2:33. അതിനാൽ പൗലോസ് ഉത്തിതനായ ക്രിസ്തുവെന്നും പരിശുദ്ധാത്മാവെന്നും മാറി മാറി ഉപയോഗിക്കും. ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഉയർത്തപ്പെട്ട ക്രിസ്തു പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനത്തെ പിതാവിൽ നിന്ന് വാങ്ങി സ്ലീഹന്മാരിലേക്കും സഭയിലേക്കും ചൊരിഞ്ഞു. അപ്പൊ ക്രിസ്തുവെന്നും പരിശുദ്ധാത്മാവെന്നും മാറി മാറി പൗലോസ് ഉപയോഗിക്കും. 1. 2, പരിശുദ്ധാത്മാവിന്റെ സ്നാനം അത് വെള്ളത്തിൽ നമ്മൾ സ്വീകരിച്ചത്. പരിശുദ്ധാത്മാവിലും വെള്ളത്തിലും മാംസം സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ ഉത്ഥിതനായ ക്രിസ്തു വരുന്നു. ജീവദായകനായ ആത്മാവായി ക്രിസ്തു വരുന്നു. അങ്ങനെ വന്ന് വസിച്ചാലേ നമ്മള് പരിശുദ്ധാത്മാവിൽ വളരൂ, ആത്മാവിന്റെ ഫലം ചൂടാൻ പറ്റൂ. പരിശുദ്ധാത്മാവിലും വെള്ളത്തിലും മാംസം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും വിശുദ്ധ കുർബാനയിലൂടെ ജീവദായകനായ ആത്മാവായ ഉത്ഥിതനായ ക്രിസ്തു വരികയും വസിക്കുകയും വേണം. എങ്കിലേ പരിശുദ്ധാത്മാവിൽ വളരാൻ പറ്റൂ, പരിശുദ്ധാത്മാവിന്റെ ഫലം ചൂടാൻ കഴിയൂ. അതായത് സ്ഥിരമായിട്ട് നമ്മൾ പോഷിപ്പിക്കപ്പെടണം. മനുഷ്യന്റെ സ്വത്വം സ്ഥിരമായി പരിശുദ്ധാത്മാവിൽ പോഷിപ്പിക്കപ്പെടണമെങ്കിൽ ഉത്ഥിതനായ ക്രിസ്തു ജീവദായകനായ ആത്മാവായി നമ്മിലേക്ക് വരണം. അത് കുർബാനയിലാണ് നടക്കുന്നത്, ലിറ്റർജിയിലാണ് നടക്കണേ. അപ്പോൾ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയാണ്, പരിശുദ്ധ റൂഹായിൽ എല്ലാ സമയത്തും നടത്തുന്ന സകല പ്രാർത്ഥനകളും വഴി നാം ജീവിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിസ്മയനീയമായ പ്രവൃത്തിയാണിത്. ദൈവത്തിന്റെ വിസ്മയനീയമായ പ്രവൃത്തിയാണ് ലിറ്റർജി. അതിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പരിശുദ്ധ റൂഹായിൽ എല്ലാ സമയത്തും നടത്തുന്ന സകല പ്രാർത്ഥനകളും വഴി നാം ജീവിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യാണ്. അപ്പോൾ എന്തിനാണ് ഏത് നേരത്തും പ്രാർത്ഥിക്കണേ, എല്ലാ സമയത്തും പ്രാർത്ഥിക്കണേ? അങ്ങനെ എഴുതിയിരിക്കുന്നേ. ആത്മീയ പോരാട്ടം ജയിക്കണമെങ്കിൽ വിശ്വാസം ഒരു ആത്മീയ പോരാട്ടമാണ്. സത്യവിശ്വാസം ഒരു ആത്മീയ പോരാട്ടം. അത് ജയിക്കണമെങ്കിൽ സദാസമയം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം 26:33, 27:42. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, എങ്ങനെ സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? എങ്ങനെയാ എപ്പോഴും പള്ളി ചെന്നിരിക്കാൻ പറ്റുമോ? നമ്മൾ ഈ മിസ്റ്റിസിസം കേട്ടല്ലേ, വിശുദ്ധരുടെ മിസ്റ്റിസിസം. പല വിശുദ്ധരെയും കുറിച്ച് പറയും അല്ലേ. ഒരു യോഗി ഋഷി മട്ടിലൊക്കെ യോഗികളായി തീർന്ന വിശുദ്ധരുണ്ട്. ആ വിലായിലെ വിശുദ്ധ ത്രേസ്യ, യോഹന്നാൻ ക്രിസ്തുവിൻ എന്ന കുരിശന്റെ വിശുദ്ധ യോഹന്നാൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പന്മാരും ഒക്കെ ഒരുതരം മിസ്റ്റിക്കുകൾ തന്നെയായിരുന്നു, യോഗികളായിരുന്നു. ഞങ്ങൾ സെമിനാരി ചെല്ലുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾ പഠിപ്പിക്കും. കുറച്ചൊക്കെ സില്ലി ആയിട്ട് തോന്നുമെങ്കിലും ഞാൻ അതൊന്ന് അവതരിപ്പിക്കാം. എപ്പോഴും പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് ഈ വിശുദ്ധരൊക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു പരിശീലനമാണ്. വളരെ സിമ്പിളാണ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നത്, ജൂൺ 15 അക്കാലത്തൊക്കെ സെമിനാരി തുടങ്ങും. മൈനർ സെമിനാരിയൊക്കെ തുറക്കുന്നത് ജൂൺ 15. അക്കാലത്ത് കാലവർഷം ജൂൺ 1 തുടങ്ങും.
ജൂൺ 15 ആവുമ്പം നമ്മുടെ ഭൂമിയൊക്കെ തണുത്തിട്ടുണ്ടാകും. ഇപ്പോഴത്തെ പോലെയല്ല, പണ്ട് തണുക്കും, മഴ പെയ്ത തണുക്കുമായിരുന്നു. ഡോർമെട്രിയാണ്. നമ്മൾ വീട്ടില് ഇല്ലേ 6 മണി 7 മണി ഒക്കെ ആകുമ്പോഴാണ് പലരും എഴുന്നേൽക്കുക. 6 മണിക്ക് തൊട്ട് അമ്മ വിളിച്ചു തുടങ്ങിയാലാണ് 7-7:30 എഴുന്നേൽക്കുക. 15 വയസ്സിലാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സെമിനാരി പോണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ 5:15 ബെല്ലടിക്കും, പുലർച്ചെ 5:15 ബെല്ലടിക്കുമ്പോൾ എഴുന്നേൽക്കണം. വന്ന് വിളിക്കാനും പറയാനും ചേട്ടനോ ചേച്ചിയോ അപ്പനോ അമ്മയോ ഒന്നുമില്ലല്ലോ, മണിയടിക്കുമ്പോൾ എഴുന്നേൽക്കണം. അപ്പൊ പെട്ടെന്ന് എഴുന്നേൽക്കണമെങ്കിൽ അപ്പൊ അതിനൊരു പ്രാർത്ഥന കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ആധ്യാത്മിക പിതാവ് പറയാണ്, നമ്മുടെ പായ അല്ലെങ്കിൽ ബെഡ് അല്ലെങ്കിൽ കട്ടിലിന് തീ പിടിച്ചാലെന്ന പോലെ വേണം എഴുന്നേൽക്കാൻ. തീ പിടിച്ചാലെന്ന പോലെ. കട്ടിലിന് തീ പിടിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ പായക്ക് തീ പിടിച്ചാൽ നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കില്ലേ? അല്ലെങ്കിൽ പലരും തന്നെ അറിയോ, കണ്ണ് തുറന്നാലും ഉണർന്നിട്ടില്ല, ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടാണ് പല്ല് തയ്ക്കാൻ പോണേ. ഇങ്ങനെ തീ പിടിച്ചാൽ പോലെ എഴുന്നേറ്റാലോ പെട്ടെന്ന് ഉണർന്നു. കണ്ണ് തുറക്ക മാത്രമല്ല, മനസ്സുണർന്നു. അങ്ങനെ ഉണർന്നു. അപ്പൊ മിക്കവാറും നമ്മൾ മുണ്ടൊക്കെയാണ് ഉടുക്കുന്നത്. മുണ്ടൊക്കെ പലപ്പോഴും അഴിഞ്ഞു പോയിട്ടുണ്ടാവും. ആ മുണ്ട് നമ്മൾ ഉടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രാർത്ഥന ചൊല്ലാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ബെഡ്ഷീറ്റ് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കും, തലയണൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പൊ ഒരു പ്രാർത്ഥന ചൊല്ലാം. പല പ്രാർത്ഥനകൾ പഠിപ്പിച്ചിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന കൊച്ചിത്രസ്യ പ്രാർത്ഥിച്ചിരുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൊച്ചിത്രസ്യ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, കർത്താവെ, നീ എനിക്ക് വേണ്ടി മരിക്കുകയും സഹിക്കുകയും മരിക്കുകയും ചെയ്തു. ഞാനത് നിനക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനുമായി വരുന്നു. കൊച്ചിത്രസ്യ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ചിരുന്നതാണ്. കർത്താവെ, നീ എനിക്ക് വേണ്ടി സഹിക്കുകയും മരിക്കുകയും ചെയ്തു. ഇതാ ഞാൻ നിനക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനും വരുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് വ്യക്തമായി അങ്ങനെ ഒന്ന് വിരിച്ചിടുന്നത്. അപ്പോ ഒരു പ്രാർത്ഥന നടത്തണമല്ല, സമയം വേണോ? അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കാൻ പോകുന്നു. രാവിലെ കുളിക്കാൻ പോകുന്നു, പള്ളിയിൽ പോകുന്നതിന് കുളിക്കാൻ പോകുന്നു. കുളിക്കാന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമൊന്നുമില്ല, തണുത്ത വെള്ളമാണ്. നമ്മുടെ വീടുകളിലൊക്കെ ബക്കറ്റും ഇങ്ങനെ പിടിച്ചൊന്നും നിൽക്കലേ ഉള്ളൂ. അപ്പൊ കുളിക്കാനൊരു മടിയാണ്. അപ്പോൾ കുളിക്കണം, പെട്ടെന്ന് കുളിക്കണം, സമയത്ത് പോകണം. ഒരുപാട് പേര് നമ്മളെ കുളി കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾക്കാർ കുളിക്കാനായിട്ട് ഇങ്ങനെ ബാത്റൂംസ് പൊതുവായ ബാത്റൂമാണ്. അപ്പോൾ ഈ ബക്കറ്റിലോ അല്ലെങ്കിൽ കപ്പ് വെള്ളം എടുത്തിട്ട് അപ്പൊ ഒരു പ്രാർത്ഥന, കർത്താവെ, ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നിയിലാണ് ശുദ്ധീകരണം, ഇവിടെ വെള്ളം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ശുദ്ധീകരണത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചു. അപ്പൊ നമ്മുടെ കുളി പോലും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഇടുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കുകയാണ്, പരിശുദ്ധ കന്യകാമറിയം യേശുവിന്റെ വസ്ത്രമൊക്കെ ഇങ്ങനെ തുന്നൽ കൂടാതെ നെയ്തു കൊടുത്തു, അത് കൊച്ചുകുട്ടിയായപ്പോൾ ഇട്ട് കൊടുത്തു. അപ്പൊ ഇങ്ങനെ പരിശുദ്ധ കന്യകാമറിയം യേശുവിന് വസ്ത്രം ധരിപ്പിച്ച് അങ്ങനെ പോകുകയാണ്. അപ്പൊ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തോട് പറയാണ്, നീ നിന്റെ പുത്രനെ ധരിപ്പിച്ചതിൽ എന്നെ ധരിപ്പിക്കണം, എന്നിട്ട് നിന്റെ പുത്രനെ കാണാൻ ഞാൻ വരുന്ന പള്ളിയിലേക്ക്, അപ്പൊ നീ എന്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വസ്ത്രം ധരിക്കുന്നത്. തലമുടി ചീകുമ്പോൾ കർത്താവ് മുൾമുടി വെച്ചൊരു രംഗം നമുക്ക് ഓർക്കാം. അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയം യേശുവിന്റെ മുടി ചീകി കൊടുത്ത് വേണമെങ്കിൽ ഓർക്കാം. ഈ ഔസപിതാവ് ചീകി കൊടുത്ത് ഓർക്കാം. ഈ മുള്ളും മുൾച്ചെടികളും പാപത്തിന്റെ ഫലമായി വന്നു എന്നാണ് ബൈബിളിന്റെ സങ്കല്പം. ആ പാപത്തിന്റെ ഫലമായി വന്ന മുള്ളും മുൾച്ചെടികളും തന്റെ ശരീരത്തിൽ, തന്റെ തലയിൽ ഏറ്റുകയാണ് ഈ മുൾമുടി വഹിച്ചുകൊണ്ട്. അത് കൊന്തയിൽ രഹസ്യം കൂടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. കർത്താവ് പെസഹ തിരുനാൾക്കൊക്കെ കർത്താവ് ജെറൂസലേം ദേവാലയത്തിലേക്ക് പോയി. ഈ 7 വയസ്സൊട്ട് എല്ലാ കൊല്ലം പോയി. 12ാമത്തെ വയസ്സിൽ പോയി, 13ാമത്തെ വയസ്സിൽ പോയി. ആ 12ാമത്തെ വയസ്സിലും 13ാമത്തെ വയസ്സിലും പോയതിന്റെ പ്രധാനപ്പെട്ട സംഗതികളാണ് ലൂക്കാസ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ വർഷവും പോയി. അവരുടെ കുടുംബത്തിന്റെ പാരമ്പര്യമായിരുന്നത്. 3 പെസഹ തിരുനാൾക്കും പെന്തക്കോസ്തയ്ക്കും കൂടാര തിരുനാളിനും നസറത്തിലെ തിരുക്കുടുംബം ദേവാലയത്തിൽ പോയിരുന്നു. പിന്നെ അല്ലാത്ത സമയത്ത് സാബത്തില് സിനഗോഗിൽ പോയിരുന്നു. ഒരു ദിവസം സിനഗോഗില് 2ാമത്തെ വായന വായിക്കാനായിട്ട് യേശുവിനാണ് വിളിച്ചത്. ആ വായന കഴിഞ്ഞൊരു വ്യാഖ്യാനം നൽകി. ലൂക്കാസിന്റെ സൂചന 4ാമത്തെ അധ്യായം. അപ്പൊ കർത്താവിനോട് പറയാണ്, നീ ദേവാലയത്തിലേക്ക് പോയി, നിന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക്. ആ പിതാവിന്റെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണം തന്നെ വിഴുങ്ങിക്കളഞ്ഞു. നീ വയലന്റായ ദിവസമാണത്. ആ ദേവാലയത്തില് അച്ചടക്കമില്ലാതെ കച്ചവടം കണ്ടപ്പോൾ വയലന്റായി. അത്രയും അഹിംസാവാദിയായ അങ്ങ് വയലന്റായി. ചാട്ടപാറെടുത്തു, മേശകളൊക്കെ തട്ടിമറിച്ചിട്ടു. എന്തൊരു വയലന്റായി അങ്ങ്. കാരണം പിതാവിന്റെ ഭവനത്തെ കുറിച്ചുള്ള തീക്ഷ്ണത. ഇങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ദേവാലയത്തിൽ പോകുകയാണ്. പണിയെടുക്കുമ്പോൾ നമ്മൾ തോട്ടത്തിൽ പണിയെടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പോകുന്നു. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യനും സംപ്രീതിയിലും വളർന്നു വന്നു. ദൈവം മനുഷ്യനായപ്പോൾ മനുഷ്യന്റെ ഒരുപാട് പരിമിതികൾ അവൻ ഉൾക്കൊണ്ടു. അങ്ങനെ ജ്ഞാനത്തിൽ വളർന്നു. പ്രായത്തിൽ വളർന്നപ്പോൾ ജ്ഞാനത്തിൽ വളർന്നു. ഗുരുക്കന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കുമായിരുന്നു അവന്. ഗുരുക്കന്മാർ അവനോടും ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ചില തിക്താനുഭവങ്ങൾ ഉണ്ടായത്. വളരെ
ഗൗരവമായ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പ്രൊഫസർമാർക്ക് ഇഷ്ടപ്പെടാതെ വന്നു. അപ്പോൾ എനിക്കെതിരെ ചില നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്. അതും സാരാക്കണ്ട. അപ്പോൾ ഈ യേശുവിന്റെ ചെറുപ്പക്കാലത്ത് അങ്ങനെ കുറെ പ്രശ്നമുണ്ടായതൊക്കെ ഇൻഫൻസി ഗോസ്പൽ ഓഫ് തോമസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സുവിശേഷമുണ്ട്. യേശുവിന്റെ ഇൻഫൻസിയെ കുറിച്ചാണ്, ശൈശവകാലത്തെ കുറിച്ചാണ്. ഇൻഫൻസി ഗോസ്പൽ ഓഫ് തോമസ് എന്നാണ് അറിയപ്പെടുന്നത്. ഞാനത് ബിബ്ലിയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അതിന്റെ കോപ്പിയിൽ കിട്ടാനില്ല. അപ്പൊ കർത്താവ് പഠിച്ചു, മറ്റുള്ളൊരു ചോദ്യങ്ങൾ ചോദിച്ചു, ഈ വേദശാസ്ത്രങ്ങളുടെ ഇടയിലിരുന്ന് അങ്ങനെ ചർച്ച ചെയ്തു. എത്രയോ സ്ഥലത്താണ് കർത്താവും അവർ തമ്മിൽ തർക്കമുണ്ടാകുന്നത്, പഠനവുമായിട്ട് ബന്ധപ്പെട്ട്, ബൈബിളിന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ പ്രാർത്ഥനയല്ലേ? അപ്പൊ നമ്മുടെ പഠിക്കൽ ഒരു പ്രാർത്ഥനയായിട്ട് മാറും. പിന്നെ തോട്ടത്തിൽ പണിയെടുക്കുന്നു, അല്ലെങ്കിൽ മറ്റു പണികൾ. കർത്താവ് ആശാരപ്പണിയെടുത്താണ് 30 കൊല്ലം ജീവിച്ചത്. യേശുവിനെ 10-15 വയസ്സുള്ളപ്പോൾ യൗസേപ്പ് മരിച്ചു എന്നാണ് പാരമ്പര്യം. അപ്പൊ ഈ 15 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ആ കുടുംബത്തെ പോറ്റിയില്ലേ? നെറ്റിയിലെ വേർപ്പ് കൊണ്ട് അധ്വാനിച്ചാണ് അവൻ ജീവിച്ചത്. കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കായിരുന്നില്ല, അവനത് കഴിയുമായിരുന്നെങ്കിലും. ഏത് കാര്യത്തിലാണ് നമുക്ക് കർത്താവിന്റെ ജീവിതത്തിൽ നമുക്കൊരു പൊരുത്തമില്ലാത്തത്? എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ സമയം വേണോ? എപ്പോഴും പ്രാർത്ഥിക്കല്ലേ? എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഈ ദൈവത്തെ എതിർക്കുന്നതിൽ പിശാചിന് മടുപ്പില്ല. സദാസമയവും അവൻ തന്റെ ദുഷ്ടാത്മാക്കളിലൂടെ ദൈവരാജ്യത്തിനെതിരായി പ്രവർത്തിക്കുകയാണ്. നമ്മൾ ദിവസം കാണുകയാണല്ലോ അത്. ഈ അന്ത്യദിനത്തിന് മുമ്പ് ദൈവത്തിന്റെ കുടുംബം സാത്താന്റെ കുടുംബം തമ്മിൽ ഒരു സന്ധിയുമില്ല. അപ്പൊ പോരാട്ടമാണ് ജീവിതം. ദൈവത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ നമ്മള്, സാത്താന്റെ കുടുംബം നമുക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. അവൻ ദുഷ്ടാത്മാക്കളിലൂടെയും അവന്റെ ആളുകളിലൂടെയും ദൈവരാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ എതിർക്കുന്നതിൽ പിശാചിന് മടുപ്പില്ലാത്തത് കൊണ്ട് പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ, ആത്മീയ പോരാട്ടം വിജയിക്കണമെങ്കിൽ നാം സദാസമയവും ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. ഇതിനെയാണ് സദാസമയം പ്രാർത്ഥിക്കുക എന്ന് പറയുക. കത്തോലിക്ക സഭയുടെ മതബോധനം 26:33, 27:42. ഇപ്പോ ലിറ്റർജിയുടെ പ്രാധാന്യം മനസ്സിലായോ? നമ്മുടെ സകല പ്രാർത്ഥനയുടെയും ഉറവിടവും ലക്ഷ്യവും ലിറ്റർജിയാണെന്ന് പറഞ്ഞതിന്റെയും കുറച്ചൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ലിറ്റർജിയിലും നമ്മുടെ പ്രാർത്ഥനകളിലും കൂടുതൽ ആഴപ്പെട്ട് വളരാനായിട്ട് പരിശ്രമിക്കാം. ആത്മീയ പോരാട്ടം വിജയിക്കാനായിട്ട് ഇത് അത്യാവശ്യമാണെന്ന് ഓർക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 103. ലുത്തിനിയായെ കുറിച്ചുള്ള ധ്യാനങ്ങളിൽ 16. ലുത്തിനിയായിലെ വാഴ്ത്തുമൊഴികളിൽ 13ാമത്തെ വാഴ്ത്തുമൊഴി, സ്നേഹത്തിന് ഏറ്റവും യോഗിയായ മാതാവ്, മദർ മോസ്റ്റ് അമിയബിൾ. ലത്തീനില് മാതർ അമാബിലിസ്. ഇക്കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട നല്ല ക്രിസ്ത്യാനിയായ ചാർലി കർക്ക് എന്ന അമേരിക്കക്കാരൻ പറഞ്ഞ ഒരു വചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ധ്യാനം ആരംഭിക്കട്ടെ. നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാരും എവാഞ്ചലിക്കൽ സഭകളും മറിയത്തെ വേണ്ടത്ര ബഹുമാനിക്കുന്നില്ല. അവൾ നമ്മുടെ രക്ഷകനും കർത്താവുമായ ക്രിസ്തുവിന് വേണ്ടിയുള്ള പാത്രമായിരുന്നു, വാഹകയായിരുന്നു, ദൈവവാഹക. നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാരും ഇവാഞ്ചലിക്കൽ സഭക്കാരും അമിതമായി തിരുത്തപ്പെട്ടിരിക്കുന്നു, ഓവർ കറക്റ്റഡ്. അതാണ് പുള്ളി ഉപയോഗിച്ച വാക്ക്. നാം മറിയത്തെക്കുറിച്ച് ആവശ്യത്തിന് സംസാരിക്കുന്നില്ല, അവൾ ആവശ്യത്തിന് വണങ്ങുന്നില്ല. എന്നാൽ ഓർക്കുക, ആദിമസഭയിൽ ആദിമ ക്രിസ്ത്യാനികൾക്ക് മറിയം വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു. വിഷലിപ്തമായ സ്ത്രീപക്ഷവാദത്തിനുള്ള പരിഹാരം എനിക്ക് തോന്നുന്നു മറിയമാണ്. വളരെ ആഴമേറിയ വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു ഈ ചാർലി കർക്ക്. അദ്ദേഹം കാരണം അനേകം പേര്, യുവാക്കള് പള്ളിയിൽ പോകാൻ തുടങ്ങി. അദ്ദേഹത്തെ ആളുകൾ കേൾക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അദ്ദേഹം പ്രസംഗിച്ചത് കൊണ്ടല്ല, അദ്ദേഹത്തെ പ്രത്യേകിച്ച് യുവാക്കൾ കേൾക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്, അനുസരിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് 31ാമത്തെ വയസ്സിൽ അദ്ദേഹം ദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു. കത്തോലിക്ക സഭയിലാണെങ്കിൽ നമുക്ക് അവന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനില്ലേ സാധിക്കുന്ന ഒരു അത്രമാത്രം ആഴമേറിയ വിശ്വാസത്തിന്റെ ഒരു മനുഷ്യനായിരുന്നു. അപ്പം മറിയത്തെ വേണ്ടത്ര ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നാണ് ഈ പ്രൊട്ടസ്റ്റന്റ് എവാഞ്ചലിക്കൽ സഭകളിൽ
ഉള്ള ആളുകളുടെ വലിയൊരു ശതമാനം ആളുകളുടെയും വിശ്വാസം അതാണ്. പക്ഷെ അവരെങ്ങനെ നേതാക്കന്മാർ തിരുത്തി അങ്ങനെയല്ല മറിയത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ അമിതമായി തിരുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തിരുത്തപ്പെടേണ്ട കാര്യമില്ല. കാരണം മറിയത്തെക്കുറിച്ച് തിരുവചനങ്ങൾ എന്തുമാത്രം കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്നാണ് മറിയം നമ്മുടെ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ പാത്രമാണ്, യോഗ്യയായ ആളാണ്. നമുക്കൊരു തിരുവചനം മാത്രം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 19, 25, 27. യേശുവിന്റെ കുരിശിനരികെ തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ട് യേശു തന്റെ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ സ്വീകരിച്ചു. തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ അറിഞ്ഞു, അവൻ അവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യോഹന്നാൻ 13, 1 മുതലുള്ള വചനങ്ങൾ. യേശു തനിക്ക് സ്വന്തമായുള്ളവരെ അറിഞ്ഞു, അവൻ അവരെ സ്നേഹിച്ചു, സ്നേഹത്തിന്റെ അവസാനം വരെ സ്നേഹിച്ചു. അല്ലെങ്കിൽ ഏതറ്റം വരെയും സ്നേഹിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോയി. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ കുരിശിൽ കാണുന്നത്. യേശു തന്റെ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നു. അവളുടെ ഏക മകനാണ് താൻ. അത് തിരിച്ചറിയുമ്പോൾ തന്റെ അമ്മയെ ഏതൊരു യഹൂദ ചെറുപ്പക്കാരൻ ചെയ്യുന്നത് പോലെ തന്റെ അമ്മയെ സുരക്ഷിതമായിട്ട് ആരെങ്കിലും കൈകളിൽ ഏൽപ്പിക്കണം. കാരണം അവൾ സ്നേഹത്തിന് യോഗ്യയാണ്, അവള് അങ്ങേറ്റം പ്രാധാന്യമുള്ള ആളാണ്. അതുകൊണ്ട് താൻ സ്നേഹിക്കുന്ന തന്റെ അമ്മയെ താൻ സ്നേഹിക്കുന്ന തന്റെ ശിഷ്യനെ ഭരമേൽപ്പിക്കുകയാണ്. യേശു തനിക്ക് സ്വന്തമായുള്ളവരെ അറിഞ്ഞു, അവനവരെ സ്നേഹിച്ചു, സ്നേഹിക്കാൻ വേണ്ടി അറ്റം വരെയും പോയി. അപ്പോൾ തന്റെ അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യനെ ഭരമേൽപ്പിക്കുന്ന രംഗമാണിത്. ഇങ്ങനെ ഈ രംഗത്തില് ഈ കുരിശന് താഴെ രംഗം. പക്ഷെ അത് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് വെറും ചരിത്ര വിവരണം മാത്രമല്ല, ദൈവശാസ്ത്രം കൂടി ചേർത്തിട്ടാണ്. അങ്ങനെ ചരിത്രത്തിൽ ദൈവത്തിന്റെ വചനം ചേരുമ്പോഴാണ് അത് ദൈവവചനമാകുന്നത്. അല്ലെങ്കിൽ അത് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവം മാത്രമായിട്ട് മാറും, ഒരു ചരിത്ര സംഭവം മാത്രമായിട്ട് മാറും. അപ്പൊ അത് ഭൂതകാലത്ത് തളച്ചിടേണ്ടി വരും. അതില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വീക്ഷണത്തിൽ അത് എഴുതുമ്പോഴാണ് അത് ദൈവവചനമായിട്ട് മാറുന്നത്. എന്നാണ് പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ, പരിശുദ്ധാത്മാവിന്റെ വീക്ഷണം. അന്ന് കുരിശിനെ താഴെ നിന്നത് 2 പേര്. ഒന്ന് നസറത്തിലെ മറിയം, മറ്റൊന്ന് സബദിയുടെ മകൻ യോഹന്നാൻ. പക്ഷെ 2 പേരെയും പരിചയപ്പെടുത്തുന്നത് നസറത്തിലെ മറിയം എന്നോ അല്ലെങ്കിൽ സബദിയുടെ മകൻ യോഹന്നാൻ എന്നോ അല്ല, മറിച്ച് യേശുവിന്റെ അമ്മ, യേശു സ്നേഹിച്ച ശിഷ്യൻ. നസറത്തിലെ മറിയം എന്നല്ല, യേശുവിന്റെ അമ്മ. സബദിയുടെ മകൻ യോഹന്നാൻ എന്നല്ല, യേശു സ്നേഹിച്ച ശിഷ്യൻ. ചരിത്രത്തിൽ നസറത്തിലെ മറിയവും സബദിയുടെ മകൻ യോഹന്നാനുമാണ്. പക്ഷെ അവരവിടെ നിൽക്കുന്നത് വെറും ചരിത്രത്തിലെ വ്യക്തികളായിട്ടല്ല, യേശുവിന്റെ അമ്മയായിട്ടും യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അവരോഹണം, കീഴ്പോട്ടുള്ള വരവ് ചെന്ന് നിൽക്കുന്നത് ഏത് മനുഷ്യനിലാണോ അവൻ. അപ്പൊ ദൈവസ്നേഹത്തിന്റെ അവരോഹണത്തിന്റെ ലക്ഷ്യം ഏത് മനുഷ്യനൊക്കെയാണോ ആ മനുഷ്യരെയൊക്കെ പ്രതിനിധാനം ചെയ്തിട്ടാണ് യോഹന്നാൻ അവിടെ നിൽക്കുന്നത്. അതാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞതിനർത്ഥം. യേശു സ്നേഹിക്കാത്ത ശിഷ്യന്മാർ ആരെങ്കിലും എന്റെ പ്രസംഗം കേൾക്കുന്നവരിലുണ്ടെങ്കിലും കൈപൊക്കാമോ? യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല എന്ന് തോന്നുന്ന ആരെങ്കിലും, യേശു സ്നേഹിക്കാത്ത ഏതെങ്കിലും ശിഷ്യന്മാരുണ്ടോ? അപ്പൊ നമ്മളെല്ലാവരെയും, യേശു സ്നേഹിച്ച സകല മനുഷ്യരെയും പ്രതിനിധാനം ചെയ്തിട്ടാണ് യോഹന്നാൻ അവിടെ നിൽക്കുന്നത്. യേശുവിന്റെ അമ്മ അവിടെ നിൽക്കുന്നു. യേശു സ്നേഹിച്ച സകല ശിഷ്യന്മാരെയും പ്രതിനിധാനം ചെയ്യുന്ന യോഹന്നാൻ അവിടെ നിൽക്കുന്നു. എന്നിട്ട് യേശു തന്റെ അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യന് ഭരമേൽപ്പിക്കുന്നു, തന്റെ ശിഷ്യനെ തന്റെ അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുന്നു. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. പിന്നെ ആ ശിഷ്യനോട് പറയാ, ഇതാ നിന്റെ അമ്മ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ആ ശിഷ്യൻ ആ നാഴിക മുതൽ അവളെ തന്റെ വീട്ടിൽ സ്വീകരിച്ചു. യോഹന്നാൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിന്റെ അമ്മയായ മറിയത്തെ തന്റെ വീട്ടിൽ, യോഹന്നാന്റെ വീട്ടിൽ സ്വീകരിച്ചു. നമുക്കൊരു ചോദ്യം ചോദിക്കുക, ഇത് തിരുവചനമാണോ അല്ലയോ? തിരുവചനമാണ്. തിരുവചനമാണെങ്കിൽ അത് യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാർക്കും ബാധകമല്ലേ? അതെ. പ്രൊട്ടസ്റ്റന്റുകാരാണെങ്കിലും, എവാഞ്ചലിക്കൽ സഭക്കാരാണെങ്കിലും, ദൈവസഭക്കാരാണെങ്കിലും, പെന്തക്കോസ്തക്കാരാണെങ്കിലും, ബ്രദർ അസംബ്ലിക്കാരാണെങ്കിലും, പിന്നെ ക്രിസ്റ്റഡൽഫിയൻസ് ആണെങ്കിലും എല്ലാവർക്കും ബാധകമല്ലേ ഈ തിരുവചനം?
അവര് യേശു സ്നേഹിച്ച ശിഷ്യന്മാരാണെങ്കിൽ മറിയത്തെ അവരുടെ വീട്ടിൽ സ്വീകരിക്കണം. കത്തോലിക്ക ചെയ്തിരിക്കുന്ന പോലെ ചെയ്യണം. എന്നിട്ട് അവളെ സ്നേഹിക്കണം. വീട്ടിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ട് ഇരുത്തുന്നു മാത്രമല്ലല്ലോ, അവളെ സ്നേഹിക്കുക, പരിചരിക്കുക, സംരക്ഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അവൾ നമ്മെ സംരക്ഷിക്കും. കാരണം നമ്മെ യേശു തന്നെയാണ് നമ്മെ അവൾക്ക് ഭരം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതാ നിന്റെ അമ്മൻ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് സ്ത്രീയോട് പറയാണ്, അവന്റെ അമ്മയായ സ്ത്രീയോട് പറയാണ്. അപ്പോൾ നാം എല്ലാം യേശു സ്നേഹിച്ച ശിഷ്യന്മാരാണെങ്കിൽ യേശുവിന്റെ വാത്സല്യനിധിയായ അമ്മയെ നമുക്കെല്ലാവർക്കും അമ്മയായി നൽകിയിരിക്കുന്ന യേശുവിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ആ അമ്മയെ സ്വീകരിക്കണം, അവളെ സ്നേഹിക്കണം. അവളെ സ്നേഹിക്കുന്ന വിധമാണ് നമ്മൾ ഈ മരിയസ്തുതി ഇല്ലേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞതാണ്. കൃപ നിറഞ്ഞ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ ആനന്ദിച്ചാലും കർത്താവ് നിന്നോട് കൂടെ. മാലാഖ പറഞ്ഞതാണ്, ദൈവമയച്ച മാലാഖ. നീ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എലിസബത്ത് പറഞ്ഞതാണ്. നിന്റെ ഉദരഫലമായ ഈശോയും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എലിസബത്ത് പറഞ്ഞതാ. തിരുവചനങ്ങൾ കൊണ്ട് മാല കോർത്തിരിക്കുകയാണ്. അപ്പൊ മറിയത്തെ സ്നേഹിക്കുന്ന വിധം കത്തോലിക്കർ ചെയ്യുന്ന പോലെ തന്നെയാണ്. ആ കത്തോലിക്കരിൽ തന്നെ സ്ത്രീകൾക്ക് മറിയത്തെ സ്നേഹിക്കാൻ നന്നായിട്ട് അറിയും ചെയ്യാം. അപ്പോൾ സ്നേഹനിധിയാണ്, സ്നേഹത്തിന് ഏറ്റവും യോഗിയാണ് തന്റെ അമ്മയെന്ന് യേശുവാണ് കരുതിയതും കണക്കാക്കിയതും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തരികയും ചെയ്തത്. സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം, എന്താണ് സ്നേഹം? 4 വാക്കുകളാണ് ഗ്രീക്കില് സ്നേഹത്തിന് ഉള്ളത്. സ്റ്റോർഗേ, മാതാപിതാക്കളും മക്കൾ നമ്മൾ സ്നേഹത്തെ സൂചിപ്പിക്കാനാണ്. അതുപോലെ തിരിച്ചുള്ള സ്നേഹവും മക്കൾക്ക് മാതാപിതാക്കളോട്. പിന്നെ സ്നേഹിതന്മാര് തമ്മിലുള്ള സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം, ഫീലിയ. പിന്നെ ദമ്പതികൾ തമ്മിൽ സ്നേഹം, ഈറോസ്. ഇപ്പൊ ഈറോട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു മോശം അർത്ഥമുണ്ട്. പക്ഷെ ഈറോസ് എന്നതിന് മൂല രൂപത്തില് ദമ്പതികൾ തമ്മിൽ സ്നേഹം എന്നാണ്. 4ാമത്തേതാണ് അഗാപ്പെ. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഞാൻ 4 Streams of Love എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. സ്റ്റോർഗെ, ഫീലിയ, ഈറോസ്, അഗാപ്പെ. ഇതിന്റെ പോളിഷ് എഡിഷൻ, ഇത് 4ാമത്തെ റിവൈസ്ഡ് എഡിഷനാണ്. അതായത് ആദ്യം ഇറങ്ങി, ആ കോപ്പികൾ വിറ്റുപോയി, 2ാമത് ഇറങ്ങി, 3ാമത് ഇറങ്ങി, 4ാമത്തെ റിവൈസ്ഡ് എഡിഷനാണ്. ഇറ്റ്സ് കൺസുമേറ്റഡ് എന്നാണ് അവിടെ ഞാൻ കൊടുത്തതിന്റെ. അതിന്റെ ഇത് പോളിഷ് ഭാഷയിലാണ്. ഇതെന്റെ ഒരു പെയിന്റിംഗ് ആണ്. ഈ ഇറ്റ്സ് കൺസുമേറ്റഡ്, അതായത് യേശു കുരിശിൽ കിടക്കുമ്പോൾ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഇസ് ഫിനിഷ്ഡ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് അക്കോംപ്ലിഷ്ഡ്. അതിനെ ഇറ്റ്സ് കൺസുമേറ്റഡ് എന്നും തർജ്ജമ ചെയ്യാം. ദൂവേറംസിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. ഇറ്റ്സ് കൺസുമേറ്റഡ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് കൺസുമേറ്റഡ്. നമ്മളിപ്പോ ഒരു വിവാഹ മോചന കേസിനൊക്കെ അരമനയിലെ കോടതിയിൽ ചെന്നാൽ ചോദിക്കുക, അവര് നിങ്ങൾ കൺസുമേഷൻ നടന്നോ, അത് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ പരസ്പരം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടോ? അപ്പൊ ബന്ധപ്പെട്ട് കഴിഞ്ഞു. കുരിശിൽ കിടന്ന കർത്താവ് പറയാണ്, സ്വർഗവും ഭൂമിയും ബന്ധപ്പെട്ട് കഴിഞ്ഞു. സ്വർഗവും ഭൂമിയും ബന്ധപ്പെട്ട് കഴിഞ്ഞു. ദൈവത്തിന്റെ ഇറോട്ടിക് സ്നേഹം കുരിശിൽ കാണാം എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അപ്പോ ഈ ഈറോസ് എന്ന സ്നേഹത്തെ ഈ കുരിശിലെ അഗാപ്പെ, അത് ഈറോസ് കൂടിയാണ് എന്നുള്ളൊരു പോയിന്റാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. സാമാന്യം വലിപ്പമുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ ഇത് പോളിഷ് ആണ്, പക്ഷെ ഇംഗ്ലീഷ് അവൈലബിൾ ആണ്, മലയാളം അവൈലബിൾ അല്ല. ഇത് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടില്ല. എങ്കിലും എന്റെ മലയാളത്തിലെ പുസ്തകങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ സൂചനകൾ കാണും. ഇതിന്റെ കൂട്ടത്തിൽ ചിലർ ചോദിച്ചു, ഈ യേശുവിന്റെ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് ഞാൻ ഈ കൂദാശകളുടെ വേദഗ്രന്ഥാടിസ്ഥാനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് എന്റെ. അതിനകത്ത് ഈശോയുടെ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടാണ് കൂദാശകളിലേക്ക് കടക്കുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിന് ഉപകരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ഈ 4 തരം സ്നേഹം, ഈ 4 തരം സ്നേഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സ്നേഹവും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവം സ്നേഹം മാത്രമല്ല ഇല്ലേ, അവൻ ലവർ കൂടിയാണ് ഇല്ലേ, അവൻ പ്രിയതമൻ കൂടിയാണ്. ഈ പ്രിയതമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയതമനാണ് കർത്താവ്. അപ്പൊ അവനിൽ ഈ 4 സ്നേഹമുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായിട്ട് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അഗാപ്പയാണ്. ഈ അഗാപ്പ എന്ന് പറഞ്ഞാൽ അതൊരു പുറപ്പാടാണ്, പുറത്തേക്കുള്ള പോക്ക്. ഈറോസ് എന്ന് പറഞ്ഞാൽ അകത്തേക്കും പുറത്തേക്കും ഉണ്ട്. ഈ അഗാപ്പ എന്ന് പറഞ്ഞാൽ പുറപ്പാടാണ്, പുറത്തേക്ക് പോകുന്നതാണ്. അത് നൊമ്പരപ്പെട്ടുകൊണ്ട് പോകുക. കാരണം ഈ സ്വാർത്ഥത എന്ന് പറയുന്ന സെൽഫ് ലവ് എന്ന് പറഞ്ഞ സെൽഫിഷ് എന്ന് പറയുന്ന ആ ഒരു ആ തടവറയുടെ അതിന്റെ ബാറുകളെല്ലാം പൊളിച്ചിട്ട് വേണം, ആ തടവറ പൊളിച്ചിട്ട് വേണം സ്നേഹം പുറത്തേക്ക് ഒഴുകാൻ. അപ്പൊ ഈ നമ്മുടെ സ്വാർത്ഥത എന്ന തടവറ ഇടിച്ചു പൊളിക്കുക എന്നുള്ളത് വേദനാജനകമാണ്. അപ്പോൾ നൊമ്പരപ്പെട്ടുകൊണ്ടുള്ള ഒരു പുറപ്പാടാണ് സ്നേഹം. പക്ഷേ ഈ നൊമ്പരത്തിലും ആനന്ദമുണ്ട്. കാരണം എന്താണ്? ഈ സ്നേഹം മാത്രമേ ജീവനെ പുറപ്പെടുവിക്കുള്ളൂ. അപ്പോൾ ലവ് ഈസ് എൻ എക്സോഡസ്.
എ പെയിൻഫുൾ എക്സോഡസ്. ദോ പെയിൻഫുൾ ഇറ്റ് ഈസ് ജോയ്ഫുൾ ബിക്കോസ് ലവ് ക്രിയേറ്റ്സ് ലൈഫ്. ജീവനെ സൃഷ്ടിക്കുന്നത് സ്നേഹമായതുകൊണ്ട് ആ സ്നേഹത്തിൽ എത്രയൊക്കെ വേദനയുണ്ടെങ്കിലും അതിലൊരു ആനന്ദമുണ്ട്. ഇത് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 16:21 കുരിശ് മരണത്തെ ഒരു സ്ത്രീയുടെ പ്രസവത്തോടാണ് കർത്താവ് ഉപമിച്ചിരിക്കുന്നത്. സ്ത്രീക്ക് പ്രസവ വേദന വരുന്നു, കുഞ്ഞ് ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞ് അതിന് പുറത്തേക്ക് വരണം, അത് അമ്മയുടെ ഗർഭപാത്രം അങ്ങ് പിളർക്കുകയാണ്. എത്രമാത്രം വേദനാജനകമാണെന്ന് സ്വാഭാവിക നാച്ചുറൽ ഡെലിവറി നടത്തിയിട്ട് അല്ലേ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകുമല്ലോ എന്തുമാത്രം വേദനാജനകമാണ്. പക്ഷേ ആ കുഞ്ഞ് ജനിച്ചു, ഒരു ജീവൻ, പുതിയ ജീവൻ ഉണ്ടായി എന്ന ആനന്ദത്തില് ഈ വേദന അങ്ങ് പിന്നെ ഓർക്കുന്നില്ല. പലപ്പോഴും നമ്മൾ വഴക്ക് കൂടുമ്പൊക്കെ പറയും, നിന്നെ അല്ലേ നൊന്ത് പ്രസവിച്ചെന്നൊക്കെ പറയുമെങ്കിലും ആ വേദന ഓർക്കാൻ കഴിയില്ലേ? കാരണം ഒരു പുതിയ ജീവനെ സൃഷ്ടിച്ചു, ഒരു പുതിയ ജീവനെ സൃഷ്ടിച്ചു. ചെറിയ കാര്യമാണത്. പുതിയ ജീവനെ സൃഷ്ടിച്ചു. അതിന്റെ ആനന്ദം കൊണ്ട് ഈ വേദന ഓർക്കുന്നില്ലെന്നാണ്. കുരിശിലേക്ക് നോക്കിയേ, കർത്താവിന്റെ പാർശ്വം പിളർക്കപ്പെടുന്നു, രക്തത്തിലും വെള്ളത്തിലും സഭ പിറന്നു വീഴുന്നു, ജീവനും രക്ഷയും പിറന്നു വീഴുന്നു, മാമോദീസയും കുർബാനയും പിറന്നു വീഴുന്നു, സഭ പിറന്നു വീഴുന്നു. അപ്പോൾ ഈ യേശു സ്നേഹിച്ച ശിഷ്യന് തന്റെ അവസാന ശ്വാസത്തിലൂടെ ആത്മാവിന് കൈമാറുന്നു. സഭ ജനിക്കുന്നത് കൊണ്ട്, ഈ രക്തത്തിലും വെള്ളത്തിലും മാമോദീസയിലും കുർബാനയിലും സഭ ജനിക്കുന്നത് കൊണ്ട് കർത്താവ് പ്രസവിച്ചിട്ട്, ഈ സഭയെ പ്രസവിച്ചിട്ട് മരിക്കുന്ന പോലെയാണ്. പഴയ നിയമത്തില് റാഹേല് ബെഞ്ചമിനെ പ്രസവിച്ചതിന് പിന്നാലെ മരിക്കുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത്. രക്തത്തിലും വെള്ളത്തിലും സഭ എന്ന കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടാണ് കർത്താവ് മരിക്കുന്നത്. അപ്പൊ സ്നേഹം ഒരു പുറപ്പാടാണ്, നൊമ്പരപ്പെട്ടുകൊണ്ടുള്ള പുറപ്പാടാണ്. നൊമ്പരമാണെങ്കിലും ആനന്ദമാണ്, കാരണം സ്നേഹം ജീവനെ സൃഷ്ടിക്കുന്നു. ലവ് ഈസ് എൻ എക്സോഡസ്, എ പെയിൻഫുൾ എക്സോഡസ്. ദോ പെയിൻഫുൾ ഇറ്റ് ഈസ് ജോയ്ഫുൾ ബിക്കോസ് ലവ് ക്രിയേറ്റ്സ് ലൈഫ്. ഇതാണ് നമ്മൾ ഈ കുരിശിൽ കാണുന്നതും. ആ സ്നേഹം തന്നെയാണ് ഇല്ലേ, തന്റെ സ്വന്തക്കാരുള്ള സ്നേഹമാണ് മറിയത്തെ താൻ സ്നേഹിച്ച ചീട്ടിനെ ഭരമേൽപ്പിക്കാനായിട്ട് യേശു തയ്യാറാകുന്നതിന് പുറകിലുള്ള ചേതോവികാരം അല്ലെ, ആ സ്നേഹം തന്നെയാണ്. അങ്ങനെ യേശു സ്നേഹിച്ച, ദൈവം സ്നേഹിച്ച, പരിശുദ്ധ റൂഹ സ്നേഹിച്ച മറിയത്തെ നമ്മളെല്ലാവരും സ്നേഹിക്കണ്ടേ? സ്നേഹത്തിനേറ്റം യോഗ്യയല്ലേ അവള്? അപ്പോൾ വീണ്ടും ഈ ചാർലിക്കാർക്ക് പറഞ്ഞ വചനത്തിലേക്ക് പോകുകയാണ്. ദൈവത്തിന് കൂടാരമാകാൻ, ദൈവത്തിന് വസിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ആളാണ് മറിയം. ദൈവത്തിന് കൂടാരമാകാൻ, ദൈവത്തിന് വസിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ആളാണ് മറിയം. ദൈവത്തിന്റെ ദാസിയാകാൻ, മനുഷ്യനായ ദൈവത്തെ ഗർഭം ധരിക്കാൻ, മനുഷ്യനായ ദൈവത്തെ പ്രസവിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ആളാണ് മറിയം. ദൈവം ബഹുമാനിച്ച ആളാണ് മറിയം. അവളെ നമ്മൾ സ്നേഹിക്കണ്ടേ? സ്നേഹത്തിന് ഏറ്റവും യോഗ്യയല്ലേ അവള്? ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മറിയത്തെയും അവളുടെ കത്തോലിക്ക സഭയെയും വിട്ടുപോയവരിൽ സ്ത്രീകളുണ്ട്. വലിയ കഷ്ടാത്. സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന പെന്തക്കോസ്ത വിഭാഗത്തിലും മറ്റും പോയിരിക്കുന്ന സ്ത്രീകളുണ്ട്. വീട് വീടാന്തരം കയറി ഇറങ്ങി മറിയത്തിനെതിരെയും മറിയത്തിന്റെ കത്തോലിക്ക സഭയ്ക്കെതിരെയും പ്രചരിപ്പിക്കുന്നവരിലും സ്ത്രീകളുണ്ട്. ഇതാണ് വിഷമയമായ ഈ സ്ത്രീപക്ഷപാതം. അവര് മാനസാന്തരപ്പെട്ട് മറിയത്തെ മാതൃകയാക്കി കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരട്ടെ, മറിയത്തെ സ്നേഹിക്കട്ടെ. അപ്പോൾ കർത്താവിന്റെ സുവിശേഷത്തിന് കൂടുതൽ ഫലമുണ്ടാകും. കാരണം ദൈവം സ്നേഹിച്ചവളാണ് മറിയം, ദൈവം ബഹുമാനിച്ചവളാണ് മറിയം. തന്റെ പുത്രന് വസിക്കാൻ, കൂടാരമാകാൻ, സക്രാരിയാകാൻ ദൈവം തെരഞ്ഞെടുത്തവളാണ് മറിയം. പരിശുദ്ധ റൂഹ ആരിലേക്കാണോ ഇറങ്ങി വന്നത് അവളാണ് മറിയം. ദൈവം മറിയത്തെ ഇത്രമാത്രം ബഹുമാനിച്ചെങ്കിൽ, ഇത്രമാത്രം സ്നേഹിച്ചെങ്കിൽ നാം എത്രമാത്രം അവളെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് മറിയത്തെ സ്നേഹിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.